ഇതാണ് സ്നേക്ക് പ്ലാന്റ് അഥവാ സർപ്പപ്പോള. ഇതിന് മറ്റൊരുപാട് തരം പേരുകളുണ്ട്. അമ്മായിയമ്മയുടെ നാക്ക്, സോക്രട്ടീസിൻ്റെ വാള്, അങ്ങനെ പല പേരുകളുണ്ട്. ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സാൻസവേരിയ എന്നാണ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇത് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നതാണ്. മുളയൊക്കെ പൊട്ടി വേരോടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു ബേബി പ്ലാന്റൊക്കെ എടുത്ത് വേറെ ചെടിച്ചട്ടിയിലേക്ക് നടാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഒരു കത്തിയൊക്കെ എടുത്ത് അതിൻ്റെ വേരധികം പൊട്ടാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണേണ്ട. കുത്താനുള്ള സ്ഥലം പോലും ഇല്ല, മണ്ണ് അത്രയും കുറവാണ്. ഇത് സാധാരണക്കാരൻ്റെ ചെടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഇലകളും അതിൻ്റെ കളറൊക്കെ മാറി പല രീതിയിൽ വരുന്നുണ്ട്, പല വെറൈറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടിച്ചിടിച്ച് ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. മൺചട്ടിയാണെങ്കിൽ ചട്ടി പൊട്ടിപ്പോയാനെ. അപ്പോൾ അത് ഇളക്കി എടുക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ വേര് കണ്ടാൽ നിങ്ങൾക്ക് ഇടുങ്ങിപ്പോവും. മണ്ണൊന്നുമില്ല, മണ്ണൊക്കെ എവിടെ പോയി ദൈവത്തിനറിയാം. മണ്ണില്ല, വേര് മാത്രമേ ഉള്ളൂ. അത്രക്കും തിക്കായിട്ട് വേര് വന്നിരിക്കുകയാണ്. അപ്പോൾ വേരധികം പൊട്ടിപ്പോകാതെ ചെടികൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ മണ്ണും വേരൊക്കെ ഒന്ന് കുതിർത്ത് കൈ കൊണ്ട് അത് എല്ലാം വിടിയിച്ച് മാറ്റുകയാണ്. അപ്പോൾ കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പണിയാണ്. ക്ഷമയില്ലാന്നുണ്ടെങ്കിൽ വേരുകൾ അധികം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വേരുകൾ അധികം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെടി നശിച്ചു പോവും. പിന്നെ കുറച്ച് വേര് പൊട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് കുറച്ച് മെയിൻ്റനൻസ് കുറവുള്ള ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നട്ടാലും ഇത് പിടിച്ചോളും. ഇതിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല മുറിച്ചിട്ട് നമുക്കത് വെള്ളത്തിൽ ഇറക്കി വെച്ച് വേര് വന്ന് വരിയിച്ച് അങ്ങനെയൊക്കെ ഇത് പ്രചോദനം ചെയ്തെടുക്കാൻ പറ്റിയ ചെടിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിന് അതിൻ്റേതായ ഒരു ഗുണം കിട്ടില്ല. ചിലപ്പോൾ കളറൊക്കെ മാറിപ്പോകും. നമ്മൾ ഈ വെയിലിലൊക്കെ നിൽക്കുന്ന വെയിലിപ്പത്തലൊക്കെ നിൽക്കുന്ന ചെടി പോലെ ലോക്കലായിട്ടുള്ളൊരു ചെടിയായി മാറിപ്പോകും. അപ്പോൾ ഇതിൻ്റെ തൈ നമുക്ക് കിട്ടുമ്പോൾ അത് മാക്സിമം ചെറിയ തൈ വരെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഓരോന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള എയർ പ്യൂരിഫയർ ആണ്. അന്തരീക്ഷത്തിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. അതായത് നമ്മുടെ നാസയുടെ പഠനപ്രകാരം വിഷാംശമുള്ള നൈട്രജൻ ഓക്സൈഡുകൾ വലിച്ചെടുത്ത് അന്തരീക്ഷം ശുചീകരിക്കും. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ബെൻസീൻ, സൈലിൻ, ടോളിൻ, ഫോർമാൽഡിഹൈഡ് ഇതൊക്കെ ക്യാൻസറിന് കാരണമാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളാണ്. നമ്മൾ പുതിയ വീട് വെക്കുമ്പോഴും അല്ലെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫർണിച്ചറൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ അതൊക്കെ ആ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെല്ലാം നമ്മുടെ വീടിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെടി നമ്മുടെ വീടിനകത്ത് വെക്കുകയാണെങ്കിൽ ഇതൊക്കെ അബ്സോർബ് ചെയ്ത് എയർ പ്യൂരിഫൈ ചെയ്ത് തരും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വെച്ചാൽ ഇതൊരു ഗുഡ് ലക്കി പ്ലാന്റ് ആണ്. അതായത് നമുക്ക് വീടിനകത്തേക്ക് ഭാഗ്യം കൊണ്ടുവരാനും പോസിറ്റീവ് എനർജി കൊണ്ടുവരാനൊക്കെ പറ്റിയൊരു ചെടിയാണ്. അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിൽ നിന്നെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത്രത്തോളം തൈകൾ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, ഈ ചെടിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇതൊരു ഓക്സിജൻ പ്ലാന്റ് ആണ്. അതായത് ഇത് ബെഡ്റൂമിനൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇലയിൽ. അതിലെല്ലാം ഇത് ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെക്കും. രാത്രിയാകുമ്പോൾ ഈ സുഷിരങ്ങളെല്ലാം വീണ്ടും ഓപ്പൺ ആയിട്ട് ഈ ഓക്സിജൻ എല്ലാം പുറത്തേക്ക് വിടും. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലും വീടിനകത്തൊക്കെ ഓക്സിജൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ പറ്റിയൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വീടിനകത്ത് വെക്കാൻ പറ്റിയൊരു ചെടിയാണെന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഈ ചെടി വീടിനകത്ത് വെക്കുന്നവരോട് ഒരു കാര്യം കൂടി പറയട്ടെ, അത് ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ എടുത്ത് വെയിൽ കൊള്ളിക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് പുറത്തെടുത്ത് വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വേറെ ചെറിയ ചെടിച്ചട്ടികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കീറിപ്പോയ ഇലകളുണ്ടെങ്കിൽ ഇതുപോലെ കീറി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ മറ്റൊരു ടിപ്പും കൂടി ഞാൻ പറയുകയാണ്. തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കീറി അതിൻ്റെ അകത്ത് ഇടുന്നത് നല്ലതാണ്. പൊടിച്ചിടരുത്, കീറി കഷ്ണങ്ങളാക്കി ചെടിച്ചട്ടിയിലിടുക. അതിൻ്റെ മുകളിൽ ചെടി നടുക, അതിൻ്റെ മുകളിൽ മണ്ണിടുക. വീണ്ടും ഒരു ലെയർ കൂടി ആ തെർമോക്കോൾ ഇടാൻ പറ്റുമെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ചെടിച്ചട്ടിയുടെ അകത്ത് കുറേ എയർ സ്പേസ് കിട്ടും. അപ്പോൾ കൂടുതൽ മുളകൾ പൊട്ടി വരാനും ചെടിയുടെ വേരോട്ടത്തിനും മുള പൊട്ടി വരാനൊക്കെ ആയിട്ട് വളരെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ചിലവർ പരാതി പറയാറുണ്ട്, ചെടിച്ചട്ടിയിൽ മുള പൊട്ടി വരുന്നില്ല, ഈ ഇട്ട ചെടി മാത്രം വളരെ കുറച്ച് വളരുന്നു, പിന്നെ വളർച്ച നിന്ന് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തെർമോക്കോളോ അല്ലെങ്കിൽ തെർമോക്കോൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചകിരിയോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എയർ സർക്കുലേഷൻ ആ മണ്ണിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് മുളകളൊക്കെ പൊട്ടി പുതിയ മുളകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാർക്കോളോ പോട്ടിംഗ് മിക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് മെയിൻ്റനൻസ് കുറവുള്ള ചെടിയാണ്. നമുക്ക് ഏതാണ് കിട്ടുന്നത് അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. പിന്നെ വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്താലും മതി. ഈ ചെടിയുടെ ഓരോ വെറൈറ്റി അനുസരിച്ച് 400 രൂപ മുതൽ 1500 രൂപ വരെ ഇതിൻ്റെ വെറൈറ്റി ഓരോത്തിനും കടകളിൽ വില വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചെറിയ തൈകൾ നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ കളർ അത്ര ഉണ്ടാവില്ല. വലിയ ഇലയുടെ അത്രയും കളർ ചെറിയ തൈക്ക് ഉണ്ടാവില്ല. അതുപോലെ ആ ഷേപ്പിലേക്ക് ഈ ചുരുണ്ടും അതുപോലെ വളഞ്ഞൊക്കെയുള്ള ഷേപ്പിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല. അത് ചെടി കുറച്ചും കൂടി വളർന്ന് മെച്ചുവർ ആകുമ്പോൾ ആ ഇലകൾക്കെല്ലാം ആ കളറും ആ സൈസും ഷേപ്പും എല്ലാം കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇത് നടുമ്പോൾ കണ്ടോ ചില ചെടികൾ പയ്യെ ചരിഞ്ഞ് പോകുന്നത്, അതായത് ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് നടുമ്പോൾ ഒരു സപ്പോർട്ടായിട്ടൊരു കമ്പും കൂടി വെച്ച് അതിൻ്റെ താഴെ കുത്തി കൊടുത്ത് അതിലൊരു ഇല വെച്ച് കെട്ടി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ചെടിക്ക് വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കമ്പ് ഊരി മാറ്റുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വാസ്തുശാസ്ത്രപ്രകാരം ഇത് വീടിനകത്ത് വെക്കുമ്പോൾ തെക്ക് വശത്ത് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് വശത്ത് വെക്കരുതെന്നാണ് പറയുക. തെക്ക് കിഴക്ക് വശവും ഓക്കെയാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കാം.